പറയാൻ പോകുന്നത് ഒരു രാജാവിന്റെ കഥ. ഈ പൃഥ്വിയാകെ സ്വന്തമാക്കിയ ഒരു നായകന്റെ വീരഗാഥ. UAE മണ്ണിൽ 21-ാം വയസ്സിൽ ബിസിനസ് തുടങ്ങി 10 വർഷങ്ങൾക്കുള്ളിൽ 11ഓളം വ്യത്യസ്തങ്ങളായ സംരംഭങ്ങളും 340ഓളം തൊഴിലാളികളുമുള്ള യുവ സംരംഭം. He is going to be on the top. രായിട്ടും താർ ഉടുത്തേട്ട എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. നീ ആളൊരു കൊമ്പനാടാ. കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കുന്നു. അതാടാ ചങ്കൂറ്റം. എന്റെ ചോരയ്ക്ക് ലേശം കൊഴുപ്പ് കൂടുതലാണ്. ബിസിനസ്സുകാരനാകും എന്നൊന്നും ഒരു ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ബിസിനസ്സിനോട് വലിയ താല്പര്യമുണ്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഹർഷ സാറിനുള്ള ഇൻസ്പയർ ആയിട്ടുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനർജി ലെവലാണ്. അത് ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ആള് ഭയങ്കര പോസിറ്റീവാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഏത് നെഗറ്റീവ് സിറ്റുവേഷനിലാണെങ്കിലും ആളത് പോസിറ്റീവ് ആക്കി എഴുതും. നമ്മൾ ടെൻഷൻ അടിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിലും നമ്മളിപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. അത് എല്ലാം സെറ്റാക്കിയിട്ട് പോസിറ്റീവായിട്ട് അത് കൺവേർട്ട് ചെയ്യും ആ ഒരു സിറ്റുവേഷൻ. നമ്മുടെ സ്വന്തം അമ്മമാരെ, നമ്മുടെ ഡയറക്ടർ, ഒരു കമ്പനി ഓണർ, ഇത്രയും വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ നമ്മുടെ അമ്മമാരെ ബർത്ത്ഡേക്ക് വിളിച്ച് വിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയും ചെയ്യാത്തൊരു കാര്യമാണ്. അത് സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊരു ലാസ്റ്റ് ഒരു കുറച്ച് വീഡിയോസാണ് നമ്മൾ സാറ് ഇത്രയും ബിസി ലൈഫിൽ ഈ ടൈം കണ്ടെത്തി സാറ് ആ ഒരു അമ്മമാരെ വിളിച്ച് സംസാരിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ആ വീഡിയോസ് വരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമുണ്ട്. കാരണം ആരും ചെയ്യാത്തൊരു കാര്യം അത്. കാരണം അമ്മമാരുടെ അനുഗ്രഹം ഒക്കെ സാറിനൊപ്പം ഉണ്ടാവും എപ്പോഴും. അപ്പം സാറിന് സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും സാറിനോട് വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഹർഷ സാർ. സാറിൻ്റെ ഒരു കേസിൽ ഇപ്പം സാറിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാം. ബട്ട് അങ്ങനെയല്ല, സാർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. സാറിൻ്റെ കൂടെ ഉള്ളവരും സാർ എക്സ്പ്ലോർ ചെയ്യുന്നതിന് കൂടെ തന്നെ കൂടെ ഉള്ളവർക്കും ആ ഒരു എക്സ്പോഷർ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സാർ. നേരിട്ട് കാണാൻ പോലും പറ്റുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ നമ്മൾ കണ്ടിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ സാറിന് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ പൂർണ്ണ വിജയം ഈ സ്റ്റാഫ് മെമ്പേഴ്സ്, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബാംഗങ്ങൾ ആണ്. അവരുടെ സപ്പോർട്ടും എനർജിയാണ് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഫ്രണ്ട്സ് മാത്രമല്ല, ഐ എം എ സ്ട്രിക്റ്റ് ബോസ്. അതവർക്കറിയാം. ഇന്നിങ്ങനെയാണെങ്കിൽ നാളെ ഓഫീസിൽ 360 ഡിഗ്രി ചേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദാറ്റ് എവരിബഡി നോസ്. സോ സ്നേഹം വേറെ, ജോബ് വേറെ. Always you get inspired by others. People say, Riyaz Khan, you inspire us a lot. I say, Arshad, you inspire me a lot. People working with them, staff working with them, they're so happy. They're so happy with them. I am happy, he's happy, his sponsors are happy, everybody's happy with Arshad. So he's such a wonderful person. Hope he does it throughout his lifetime. And wonderful service to humankind. 31-32 വയസ്സായിട്ടുള്ള അദ്ദേഹം ഈ കാലം കൊണ്ട് തന്നെ ഇത്രയും വലിയ ഉയരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും പ്രയത്നവും നിശ്ചയദാർഢ്യവുമാണ്. അതുപോലെ തന്നെ കൂടുതൽ പ്രവർത്തിക്കുന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എടുത്തു പറയേണ്ടതാണ്. ഞാൻ വളരെ മനസ്സിലാക്കിയൊരു കാര്യമാണ്. വളരെ സ്നേഹത്തോടും എന്താ പറയുന്നത്, വളരെ ഫ്രണ്ട്ലി ആയിട്ടും പെരുമാറും. പക്ഷേ ജോലിയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. അതൊക്കെയാണ് അതിൻ്റെ കാര്യം. ഏത് സ്ഥാപനവും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കഴിവ്. I had to congratulate my brother, Dr. Arshad. My God, he is achieving a lot. Can I say the Leaders Fitness Center? Can I say another way? The leaders of the fitness centers. Dr. Arshad is the leaders of leaders.
Thank God for that one. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ ഐഡിയാസ്, 100 കണക്കിന് ഐഡിയാസ് നമുക്ക് കിട്ടും. തരുന്ന ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലാണ് വിജയം. നമ്മളൊരു ഐഡിയ പറഞ്ഞാൽ ആ ഐഡിയ വേസ്റ്റായി പോകും. നമ്മളൊരു ഐഡിയ പറഞ്ഞാൽ ആ ഐഡിയ നമ്മളത് വർക്കൗട്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിലേക്ക് റിസൾട്ട് കൊണ്ടുവരണം എന്ന് മാത്രമാണ് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. Harshad is one inspiring youth icon. സ്ലോ മോഷനിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ എൻട്രി ചെയ്തു. और उससे भी ज्यादा डेंजरस ये है कि he is an Indian.